ഗുഡ് മോർണിംഗ് എവരി വൺ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് വെള്ളയപ്പവും മുട്ടക്കറിയും. തലശ്ശേരി സ്റ്റൈൽ എങ്ങനെ വെക്കാമെന്ന് നോക്കാം. നമ്മളിപ്പം 2 സവാളയും 2 പച്ചമുളകും നന്നായി ഓയിലിൽ വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായി അത് ഇളക്കി എന്ത് ചെയ്യണം, നന്നായി വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 ചെറിയ തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മസാലകളൊക്കെ ചേർക്കുന്നത്. സാധാരണ പോലെ തന്നെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലത്തെ ഒരു മുട്ടക്കറിയാണിത്. തേങ്ങയൊന്നും അരച്ചൊഴിക്കുന്നില്ല, പൊടികളൊക്കെ മാത്രം ഇട്ടിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു മസാലക്കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ചിക്കൻ മസാലപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. അത് നന്നായി വഴറ്റി വരുന്നതിന് മുന്നേ എല്ലാ മസാലപ്പൊടികളും ചേർക്കുകയാണ്. അതായത് നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ തേങ്ങ ചിരകാനും അരയ്ക്കാനൊന്നുള്ള നേരമില്ല. പിന്നെ തേങ്ങയ്ക്ക് നല്ല വിലയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ നമുക്കങ്ങ് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാ കറികളിലും തേങ്ങ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് കറി വെക്കാറ്. അപ്പം നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി അതിലേക്ക് നമ്മൾ മുക്കാൽ ഗ്ലാസോളം വെള്ളം ചേർത്തു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുങ്ങനെ ഒന്ന് തിളക്കട്ടെ. അതിനിടയിൽ നമ്മൾ മുട്ട പുഴുങ്ങിയത് തൊലി കളഞ്ഞ് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇത് മിക്സായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മുട്ട ചേർക്കാൻ പോകുന്നത്. ഇതിപ്പം വെള്ളയപ്പത്തിനായതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കുറുകിയ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് ലൂസായ കറി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അതിനനുസരിച്ച് പൊടികളിലും കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മാത്രം മതി. ഇപ്പം വരഞ്ഞു കൊടുത്ത മുട്ട ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാല പിടിക്കും. ഈ തിളയ്ക്കുന്ന സമയത്താണ് മുട്ട ചേർത്തിരിക്കുന്നത്. ഇനി നന്നായി മസാലയൊക്കെ മുട്ടയുടെ മേലേലാക്കിക്കൊണ്ട് കുറച്ച് നേരം നമുക്കങ്ങ് തിളക്കാൻ വിടാം. കറി തിളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. എന്നാൽ മാത്രം മുട്ടയിലേക്ക് മസാലയ്ക്ക് നന്നായി പിടിക്കുകയുള്ളൂ. അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. രാവിലെയാണ് ഞാൻ ഇതിൽ ഈസ്റ്റ് ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുളിച്ചു പോകും. പുളിച്ചിട്ടുള്ള മാവ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ മാവ് അങ്ങ് അധികം പുളിപ്പിക്കുന്നില്ല. അപ്പം ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പച്ചട്ടി വെച്ച് നന്നായിട്ട് വെള്ളയപ്പം ചുട്ടെടുക്കാം. വെള്ളയപ്പച്ചട്ടി നന്നായി ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഒരു തവി മാവ്, ഈ വെള്ളയപ്പം ചുടുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം, വെള്ളയപ്പച്ചട്ടി നന്നായി ചൂടായിരിക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലാണ് വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. മാവ് ഒരു തവി ഒഴിച്ച് നന്നായി ചുറ്റിച്ചുകൊണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ വെള്ളയപ്പം നന്നാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല പൂ പോലത്തെ വെള്ളയപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായി ചുട്ടെടുത്ത് നമ്മളെ വെള്ളയപ്പം ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയൊക്കെ ആയി. 8 മണിൻ്റെ സമയത്താണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. വെള്ളയപ്പവും നല്ല അടിപൊളി മുട്ടക്കറിയും. മുട്ടക്കറി അടച്ചു വെച്ച് കുറച്ച് നേരം വെച്ചുകൊണ്ട് തന്നെ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി 2 വെള്ളയപ്പവും മുട്ടക്കറിയും നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാം. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഈ ഗ്രേവിയും മുട്ടയും നമ്മൾ വെള്ളാപ്പത്തിന് നല്ലൊരു കോംബോ തന്നെയാണ്. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നല്ല പൂ പോലുള്ള വെള്ളയപ്പവും നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മുട്ടക്കറിയും ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.